ഇത് ബേലിപ്പാലം, സൈന്യം നിർമ്മിച്ച ബേലിപ്പാലം. ആരും അറിയാതെ പോയൊരു ബേലിപ്പാലമാണ്. മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ബേലിപ്പാലമാണ് വള്ളംകുളം ബേലിപ്പാലം എന്നത്. ഇതും സൈന്യം നിർമ്മിച്ചാണ്. സൈന്യം ഏകദേശം 35 മണിക്കൂർ കൊണ്ട് 190 അടി നീളത്തിൽ നമ്മുടെ വയനാട് ചൂരൽമലയിൽ ബേലിപ്പാലം നിർമ്മിക്കുകയുണ്ടായി. എല്ലാവരും തന്നെ അറിഞ്ഞതാണ്. എന്നാൽ മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബേലിപ്പാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1963 ഒരു പാലം പൊളിയുകയുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ ബേലിപ്പാലം വന്നിരിക്കുന്നത്. ഇതും സൈന്യം നിർമ്മിച്ച ബേലിപ്പാലം തന്നെയാണ്. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മലയാള മനോരമ ന്യൂസിലൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവല്ല താലൂക്കിൽ ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിനെയും കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടയിലൂടെ ഒഴുകുന്ന മണിമലയാറിൻ്റെ 2 തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ പാലമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇതാണ് ബേലിപ്പാലം. നമ്മളിപ്പം കാണുന്നത് വള്ളംകുളം പഴയ പാലമാണ്. ഇപ്പോൾ ഇതുവഴി വാഹനങ്ങളൊക്കെ തന്നെ പോകുന്നുണ്ടെങ്കിലും അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. 1963 നവംബർ 7 രാത്രിയിൽ നമ്മുടെ ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടത്തേക്കിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ വലിയ കൂറ്റൻ ട്രക്കിൽ ലോറിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പാലത്തിലൂടെ വരികയുണ്ടായി. അപ്പം ഈ ഡ്രൈവർ രാത്രിയായതുകൊണ്ടും കുറ്റാക്കൂരിട്ടായതുകൊണ്ടും അവിടെ എഴുതി വെച്ചിരുന്ന അപകട സൂചിക ബോർഡുകളൊന്നും തന്നെ ഡ്രൈവർ വായിക്കുകയുണ്ടായില്ല. അതുപോലെ പാലത്തിൻ്റെ ആർച്ചും അദ്ദേഹം കണ്ടില്ല. ലോറിയുടെ ഭാരം താങ്ങാനാവാതെ വള്ളംകുളം പാലം തകരുകയും ലോറി ആറ്റിപ്പതിക്കുകയുമാണ് ചെയ്തത്. ജലസമ്പന്നമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മണിമലയാറിന് കുറുകെയുള്ള വള്ളംകുളം പാലമായതിനാൽ ഇരു കരകളിലേക്കും പോകാനായിട്ട് വേറെ മാർഗമൊന്നും ജനങ്ങൾക്ക് ഇല്ലായിരുന്നു. പത്തനംതിട്ടയും തിരുവല്ലയും ഒക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഗതാഗത മാർഗങ്ങളെല്ലാം തന്നെ നിലച്ചു. ചികിത്സ ആവശ്യങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കുമുള്ള യാത്രകളൊക്കെ തന്നെ നിലച്ച അവസ്ഥ. വള്ളംകുളം പാലം തകർന്ന് ഏകദേശം 5 മാസത്തിന് ശേഷം സൈന്യം എത്തുകയും ബേലിപ്പാലത്തിൻ്റെ പണി ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് നമ്മുടെ വള്ളംകുളം പാലം ബേലിപ്പാലമാക്കുന്നതിനുള്ള പണി ഏറ്റെടുക്കുകയും ചെയ്തു. ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം അത് സൈന്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. 105 അടിയിലധികം നീളമുള്ള ഈ പാലം നിർമ്മിക്കാനായിട്ട് അന്ന് ചിലവായത് വെറും 70,000 രൂപയാണ്. ഇരുമ്പ് ദണ്ടുകളും കോളങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയാണ് ബേലിപ്പാലം എന്നത്. ബേലിപ്പാലത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ടെറൈനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡൊണാൾഡ് ബെൻലി എന്ന് പറയുന്ന ഒരു എൻജിനീയർ, അദ്ദേഹമാണ് ഈ ബേലിപ്പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതും ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പഠനം നടത്തിയതും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഈ പാലത്തിന് ഇട്ടിരിക്കുന്നത്. ബേലിപ്പാലം എന്നാണ് ഇങ്ങനെയുള്ള പാലങ്ങൾ അറിയപ്പെടുന്നത്. അടിയന്തര ഘട്ടത്തിൽ സൈന്യം ഇടപെട്ട് എളുപ്പത്തിൽ പണി പൂർത്തിയാക്കാൻ പറ്റുന്നതും അത്രമേൽ സ്ട്രോങ് ആയതുമായ പാലങ്ങളാണ് ബേലിപ്പാലങ്ങൾ. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം 4 പാലങ്ങളോളം ബേലിപ്പാലങ്ങളായി ഉണ്ടായിരുന്നു. ഒന്ന് ശബരിമലയിലും, 2 28 വർഷങ്ങൾക്ക് മുമ്പ് റാന്നി പാലം തകർന്നപ്പോൾ റാന്നിയിലും ഈ ബേലിപ്പാലം സൈന്യം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായി. 1996 ജൂലൈ 29 പമ്പാ നദിക്ക് കുറുകെയുള്ള റാന്നി പാലം തകരുകയുണ്ടായി. ഇതിനുശേഷം തകർച്ചയ്ക്ക് ശേഷം ഇരുകരകളെയും ബന്ധിപ്പിക്കാനായിട്ട് ഇവിടെ ബേലിപ്പാലം നിർമ്മിക്കുകയുണ്ടായി. വയനാട് ചൂരൽമലയിൽ ബേലിപ്പാലം നിർമ്മിച്ച അതേ യൂണിറ്റ് മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെയാണ് റാന്നിയിലും അന്ന് ബേലിപ്പാലം നിർമ്മിച്ചു നൽകിയത്. റാന്നിയിൽ ബേലിപ്പാലത്തിൻ്റെ പണി ഏകദേശം 3 മുതൽ 5 ദിവസം കൊണ്ട് തീർത്ത് 206 അടി നീളത്തോളം ഉണ്ടായിരുന്നു റാന്നിയിൽ പണി കഴിപ്പിച്ച ബേലിപ്പാലത്തിന്. അതിനുശേഷം പുതിയ പാലം വന്നുകൊണ്ട് അത് മാറ്റുകയും പിന്നീട് പുതിയ പാലത്തിലൂടെ യാത്ര തുടരുകയും ചെയ്തു. കൂടാതെ 2017 നമ്മുടെ അടൂരിനടുത്ത് ഏനാത്തും സൈന്യം ബേലിപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഏനാത്ത് കല്ലടയാറിൻ്റെ കുറുകെയാണ് സൈന്യം ബേലിപ്പാലം നിർമ്മിച്ച് നൽകിയത്. ഇപ്പോൾ അതില്ല കേട്ടോ. പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം അതെടുത്ത് മാറ്റുകയൊക്കെ ഉണ്ടായി. വള്ളംകുളം ഈ കാണുന്ന പഴയ പാലത്തെ കൂടെ നമുക്ക് ഒരു സമയം ഒരു വശത്തോട്ട് മാത്രമേ സഞ്ചാരയോഗ്യമായിരുന്നുള്ളൂ. എന്നാൽ 2012 വള്ളംകുളത്ത് കോൺക്രീറ്റ് പാലം വന്നുകൊണ്ട് 2 വശത്തേക്കും ഒരുപോലെ തന്നെ സഞ്ചരിക്കാവുന്ന രീതിയിൽ സഞ്ചാരം സാധ്യമായി. ഒരു കാലത്തിൻ്റെ ചരിത്രവും ഓർമ്മയും ഉണർത്തുന്ന വള്ളംകുളം പാലം ഇന്നും ഇവിടെയുണ്ട്.
ഇവിടെ ആണെങ്കിൽ വേസ്റ്റുകളുടെ കൂമ്പാരമാണ്. പാലത്തേലൊക്കെ കൊണ്ട് വേസ്റ്റ് ഇടുന്നതൊക്കെ അതവിടെ തങ്ങി നിൽക്കുന്നതൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. തിരക്കേറിയ പാതയ്ക്കപ്പുറം ഒഴിഞ്ഞ് ആൾത്തിരക്കും ഒന്നുമില്ലാതെ നമ്മുടെ പഴയ വള്ളംകുളം പാലം ഇന്നും ചരിത്രത്തിൻ്റെ ഈടുകളിൽ അവശേഷിക്കുന്ന ഓർമ്മയായി ഇങ്ങനെ നിലനിൽക്കും. വള്ളംകുളം പഴയ പാലം അത് സംരക്ഷിക്കപ്പെടേണ്ട ഒന്നുകൂടെയാണ്, ഓർക്കുക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.